വലിയ ചൂടിനെ നമുക്ക് കുറയ്ക്കണം. അതിന് കൂളിംഗ് സെന്ററുകൾ പാലക്കാട് 2-3 കൊണ്ടുവരണം. ഭാവിയിൽ ധാരാളം കിണറുകളും കുളങ്ങളിലും വെള്ളം ശേഖരിക്കണം. ശുദ്ധജല പ്രശ്നം വളരെയധികം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. മലമ്പുഴയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്നാണ്, ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ കുടിവെള്ളത്തിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു നൂതനമായിട്ടുള്ള പദ്ധതിക്രമം ആവിഷ്കരിച്ചെടുത്തുകൊണ്ട് ചൂടിനെ കുറയ്ക്കാനും നല്ല ശുദ്ധജലം എത്തിക്കാനും വലിയ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഇവിടെ രാഷ്ട്രീയപരമായിട്ടും ചൂട് നിലനിൽക്കുകയാണ്. കാരണം LDFും UDFും മാറി മാറി ഒരു 70 വർഷക്കാലത്തോളം കേരള സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയതിന് ശേഷം ആ പാർട്ടിയിലെ തന്നെ പ്രവർത്തിച്ച് കഴിവും പ്രാപ്തിയും ഒക്കെ തെളിയിച്ചവർ ഇന്ന് ഒരു ആശ്രയ കേന്ദ്രമായി കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് പല പ്രദേശങ്ങളിലും നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കറിയാം. ഓരോരുത്തരും ആളുകൾ BJPയിലേക്ക് വരികയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകളാവട്ടെ, മുൻ കേന്ദ്രമന്ത്രിയുടെ മകളാവട്ടെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള CPIയുടെ ലീഡറാവട്ടെ, CPIMൻ്റെ നമ്മുടെ ഇടുക്കിയിൽ നിന്നുള്ള നേതാവാവട്ടെ, ആളുകൾ അങ്ങനെ ഇഷ്ടംപോലെ BJPയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ BJP പഴയ അവസ്ഥയിൽ നിന്ന് വലിയ ഒരു ഉയരങ്ങളിലേക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. അപ്പോൾ ആ വസ്തുത കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങൾ BJPയുടെ മുന്നേറ്റത്തെ വിലയിരുത്തും എന്ന് ഞാൻ കരുതുന്നു. സ്വാഭാവികമായിട്ടും 2016 തന്നെ 2ാം സ്ഥാനത്ത് എത്താൻ സാധിച്ച ജനങ്ങൾ എൻ്റെ കൈപിടിച്ച ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. അത് 10 വർഷത്തിന് ശേഷം പാർട്ടിയുടെ വളർച്ച വളരെ ദ്രുതഗതിയിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു A-ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സ്നേഹമുള്ളവർ വോട്ട് ചെയ്യുന്നത് BJP സംഘപരിവാർ പ്രവർത്തകർ മാത്രമല്ല, നല്ല ഒരു ജനങ്ങളുടെ കുറേ വോട്ടുകൾ, നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ നമുക്ക് കിട്ടാറുണ്ട്. അത് രണ്ടും ചേരുന്ന സമയത്ത് വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് വിജയിക്കും എന്നുള്ള ഒരു ബോധ്യം എനിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കും എല്ലാം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്.